ബാങ്കിൽ നിന്ന് എന്ത് പറഞ്ഞു? എന്ത് പറയാലിത് അവർ പറയുന്നത് 10 ദിവസത്തിനകത്ത് 2 ലക്ഷം രൂപ അടച്ചില്ലെന്നുണ്ടെങ്കിൽ ജപ്തി നടപടികൾ തുടങ്ങുമെന്ന്. ഞാൻ പിന്നെ അവളെ കൂടെ പോയ പെൺകുട്ടിയുടെ വീട്ടിലും പോയി. അവിടെ ചെന്നപ്പോൾ നമ്മൾ അറിഞ്ഞത് തന്നെ സത്യം. അവളൊരു ജർമ്മൻകാരനെ കല്യാണം കഴിച്ചു. അവൾക്കിപ്പോൾ ഒരു കൊച്ചുമായി. അവൾ ജോലിക്കൊന്നും പോണില്ല എന്ന്. ബാങ്കിൽ നിന്ന് നമ്മളെ വീട് പണയം വെച്ചെടുത്ത് അവളെ വിട്ട് ആ കടമെങ്കിലും തീർക്കുന്നേരെ അവൾക്ക് നമ്മളെ സഹായിച്ചുകൂടായിരുന്നു. വീട് വിറ്റ് കടം തീർക്കാം, ലോൺ അടയ്ക്കും. ഞാനും അങ്ങനെ വിചാരിക്കണം. അല്ലെങ്കിൽ അവർ 10 ദിവസത്തിനകത്ത് ജപ്തി ചെയ്തുകൊണ്ട് പോകും. ആ ബാങ്ക് മാനേജർ വരെ എന്നെ വഴക്ക് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എത്ര വീടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എനിക്കൊരു വീടേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വീട് വെച്ച് ഒരു കാരണവശാലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവരെ വിദേശത്ത് ജോലിക്ക് അയക്കാനോ വേണ്ടി ചെയ്യരുത്. ആ കുട്ടികൾ നിങ്ങളെ ചതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വഴിയാധാരമാകുന്നു. അത് തന്നെ സംഭവിച്ചെന്നുള്ളതാണ്. അവള് പപ്പ എന്ന് വിളിച്ച് എൻ്റെ തോളിൽ തൂങ്ങി നടന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല അവൾ ഇങ്ങനെ ചതിക്കുമെന്ന്. ഇനി 12 ലക്ഷം രൂപ അടയ്ക്കണം. 18 മാസമായിട്ട് മുടക്കം വന്ന് കിടക്കണം. പൈസയോ അയക്കുന്നില്ല. അവൾ ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് പപ്പ അമ്മ സുഖമാണെന്നെങ്കിലും ഒരു വാക്ക് ചോദിക്കുന്നില്ലല്ലോ. നീ പറഞ്ഞതുപോലെ തന്നെ നമുക്കിനിയിപ്പോൾ ഈ വീടിനെ വിറ്റിട്ട് നാട്ടും പ്രദേശത്ത് എവിടെയെങ്കിലും ചെന്നൊരു ചെറിയ വീട് വാങ്ങിച്ച് ബാങ്കിലെ കടമൊക്കെ തീർത്ത് നമുക്ക് രണ്ടുപേർക്കും അതൊക്കെ വെച്ച് ജീവിച്ച് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുക. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? മക്കൾക്ക് വേണ്ടി തന്നെയല്ല, എന്നായാലും അവർക്ക് കൊടുക്കേണ്ടതല്ല. നമ്മളവളെ വിശ്വസിച്ച് ചെയ്തതല്ലേ. അവൾക്ക് നമ്മളെ ബാധ്യത തീർത്ത് തന്നിട്ട് എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നു. ഇത്രയും കാലം താമസിച്ച ഈ വീട് വിറ്റ് പോകണമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെ എനിക്ക് വയ്യ. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തിട്ട് ബാങ്ക് കൊണ്ടു. പെൺകുട്ടിയല്ലേ, അവളുടെ പേരിലൊരു ബാധ്യത നമ്മൾ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട് വെച്ചത്. അതിപ്പോൾ നമുക്കൊരു പണിയായി.